ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടൻ മോഹൻലാലിന് കുരുക്കായി ഒരു പഴയ അഭിമുഖം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ ദൃശ്യം ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ട്. ചില ചോദ്യങ്ങളും ചില ഗോസിപ്പുമായി ബന്ധപ്പെട്ട മറുപടികൾ പിന്നീട് എങ്ങനെ വിനയായി വരുമെന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ആ ചോദ്യവും അതിന് മോഹൻലാൽ കൊടുത്ത ഉത്തരവും. എങ്കിൽ ഞാൻ കേട്ട ഏറ്റവും നല്ല ഒരു ഗോസിപ്പിനെ കുറിച്ച്, ഒരു കഥയെക്കുറിച്ച് പറയട്ടെ. അത് മോഹൻലാലിനോടൊപ്പം കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം 3000 പിന്നിട്ടു എന്നായിരുന്നു. അതിൻ്റെ പേരിൽ ഒരു ആഘോഷമുണ്ടായിരുന്നു എന്നും. ഇത് കേട്ടിട്ടുണ്ടോ താങ്കൾ? അത് എനിക്ക് പക്ഷേ അത് ശരിയല്ല, അതിൽ കൂടുതലുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അങ്ങനെ ഒരു തമാശയായിട്ടേ പറയാം, അല്ല അത് ഒരു ഗോസിപ്പാണ്. കേട്ടില്ലേ? ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായി ചേർന്ന് പോകുന്ന ചോദ്യവും അതിന് മോഹൻലാൽ കൊടുത്ത മറുപടിയുമാണ്. സോഷ്യൽ മീഡിയയുടെ കുത്തിപ്പൊക്കലാണ് ഇപ്പോൾ ഈ ദൃശ്യത്തെ വീണ്ടും വലിയ ചർച്ചാ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. മോഹൻലാൽ നടത്തിയ ഒരു പ്രത്യേക പാർട്ടിയെ സംബന്ധിച്ച് ഒരു ചാനൽ അവതാരകന് ലഭിച്ച വിവരവും അതിനെ സംബന്ധിച്ച് അദ്ദേഹം ചോദിച്ച ചോദ്യവുമാണിത്. ആ ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ മലയാള സിനിമയിലെ പവർ ഹൗസുകൾക്ക് നേരെയുള്ള വിരൽ ചൂണ്ടലാകുകയാണ്. ആ വിരൽ ചൂണ്ടലിനിടയിലാണ് ഈ ചോദ്യം ഒരു കുരുക്ക് സൃഷ്ടിക്കുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് മോഹൻലാൽ പറഞ്ഞു വയ്ക്കുന്ന മറുപടിയും രസകരമാണ്. ഗോസിപ്പാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അത്തരമൊരു ചോദ്യത്തിന് എവിടെ നിന്നാണ് അവസരമൊരുങ്ങിയതെന്നും ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി അത്തരം ചോദ്യം ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ വിഷയത്തിൽ മറുപടി പറയാൻ മോഹൻലാലിനെ നിർബന്ധിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നു? ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ലൊക്കേഷനുകളിൽ വനിതകൾ ചൂഷണത്തിനിരയാകുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ കൂടുതൽ സാധൂകരിക്കപ്പെടുന്നതാണ് ഇത്തരം ചോദ്യവും മറുപടിയുമെന്ന് വ്യക്തമാകുന്ന സാഹചര്യം. എന്തായാലും ഈ ചോദ്യത്തിൻ്റെയും ഈ ഗോസിപ്പിൻ്റെയും ആധികാരികതയെക്കുറിച്ച് പറയാൻ നമ്മളാളല്ല. പക്ഷേ ഔദ്യോഗികമായ ഒരു ചാനലിൽ ഇത്തരമൊരു ചോദ്യം ഒരു പ്രമുഖ നടനോട് തന്നെ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനും ആ മറുപടിക്കും ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയം ഇങ്ങനെ ഉയർന്നു വരുന്നത്. ഇതിൻ്റെ സത്യവും മിഥ്യവുമൊക്കെ ബന്ധപ്പെട്ടവർ തന്നെ സാധൂകരിക്കട്ടെ. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണം കൊടുക്കാൻ നമ്മളാരുമല്ല. കാര്യം ഒരു വ്യക്തിയെയും അറിഞ്ഞുകൊണ്ട് കരിവാരി തേക്കാൻ പാടില്ലല്ലോ. പക്ഷേ ഉയർന്നു വരുന്ന സംശയങ്ങൾ അതിന് മറുപടി പറയാൻ അതുമായി ബന്ധപ്പെട്ടവർക്ക് ഉത്തരവാദിത്തമുണ്ട് തന്നെ.